പിന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട്, മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞു, യാ മുആദ് ഇന്നി ലഉഹിബ്ക, മുആദേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പൊ മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ ഞാൻ താങ്കളെയും അതിലുപരിയായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഊസീക യാ മുആദ്, മുആദേ നിനക്ക് ഞാനൊരു ശക്തമായ ഉപദേശം നൽകുന്നു. ആ ഉപദേശം നീ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാഹ് അൻ തഖൂൽ അല്ലാഹുമ്മ അഇന്നി അലാ സിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഞാൻ ഈ പഠിപ്പിച്ചു തരുന്ന ഈ വസിയത്ത്, ലാ തദഅന്ന, നീ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, ഉപേക്ഷിക്കരുത്. ഫീ ദുബരി കുല്ലി സ്വലാഹ് അൻ തഖൂൽ, എല്ലാ നിസ്കാരങ്ങളുടെയും പിറകെ നീ ഇത് പറയുന്നതിൽ ഒരു വീഴ്ചയും വരുത്തരുത് എന്ന് പറഞ്ഞ് മുആദിന്റെ കൈ പിടിച്ചു കൊടുത്ത വസിയത്താണ്. എന്താണ് ആ ദിക്ർ? അല്ലാഹുമ്മ അഇന്നി അലാ സിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. പലർക്കും അറിയാവുന്നതായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, നീ എന്നെ സഹായിക്കണമേ, നീ എന്നെ സഹായിക്കണമേ, അലാ സിക്രിക, എപ്പോഴും നിന്നെ ഓർക്കുന്നൊരു മനസ്സ് എനിക്കുണ്ടാകാൻ നീ എന്നെ സഹായിക്കണം. വശുക്രിക, നിന്നോട് നന്ദി കാണിക്കുന്ന ഒരു ആളായി തീരാൻ നീ എന്നെ സഹായിക്കണം. വഹുസ്നി ഇബാദതിക, നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നീ എന്നെ സഹായിക്കണം. വളരെ ചെറിയൊരു ദിക്ർ, ഒരു ദുആ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായി എപ്പോഴും നിർവഹിക്കുകയും മനസ്സിൽ പേടി തോന്നുകയും ചെയ്യേണ്ടുന്ന 3 കാര്യത്തെപ്പറ്റിയാണ് ഇവിടെ പടച്ചോൻ റസൂൽ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്തത്? പടച്ചോനെ നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണേ. നമുക്കിന്ന് ഏറ്റവും വലിയ വിഷമം എന്താണ്? നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ അത് ആവശ്യമാണെന്നും നല്ല നിലക്ക് അള്ളാഹ്ക്ക് നന്ദി ചെയ്യണമെന്നും അതേപോലെ തന്നെ നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യണമെന്നും അറിയാത്ത ആളുകളല്ല മുസ്ലിമീങ്ങളിൽ നല്ലൊരു വിഭാഗം ആളുകൾ. അത് വേണമെന്ന് ഖുതുബ കേൾക്കുകയും അത് വേണമെന്ന ലേഖനങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്താലും ആ ഖുതുബയുടെയും അതേപോലെ തന്നെ ആ ലേഖനം കൊണ്ടും കിട്ടിയിട്ടുള്ളതായ മാനസികമായ ഈമാനികമായ കുളിര് ഇത്തിരി കഴിയുമ്പോഴേക്ക് നഷ്ടപ്പെടുന്നു. അല്ലേ? ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പരാജയം അതാണ്. നമുക്ക് ഖുർആൻ ഓതുമ്പോഴുണ്ടാകുന്ന ഭക്തി, ഒരു പ്രസംഗം കേൾക്കുമ്പോഴുണ്ടാകുന്ന ഭക്തി, ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോഴുണ്ടാകുന്ന ഈമാനികമായ ആവേശം, അതല്ലെങ്കിൽ ഒരു നല്ല രൂപത്തിലുള്ള ഒരു സദസ്സിൽ പങ്കെടുത്ത് നല്ല ആളുകളുമായി സഹവസിക്കുമ്പോൾ നല്ല ഉപദേശങ്ങൾ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഭക്തി അധികം നീണ്ടു നിൽക്കാത്തതാണെന്ന് ജനങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. നമുക്കൊന്നും വിവരമില്ലാത്തത് കൊണ്ടല്ലല്ലോ നമ്മൾ തെറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം ഇന്ന കാര്യം തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യം പറയാൻ പാടില്ല. എന്താ കാരണം? അറിയാത്തത് കൊണ്ടല്ല, പലപ്പോഴും അറിഞ്ഞ കാര്യത്തിൽ തന്നെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ പരാജയപ്പെടുന്നു. അതാണ് ഇന്ന് ഏറ്റവും വലിയ വിഷയം. ആ കാര്യത്തിന് വേണ്ടിയാ അവിടെ റബ്ബിനോട് തേടുന്നത്, പടച്ചോനെ നിന്നെ ഓർക്കണം എന്ന് എനിക്കറിയാം, പക്ഷെ എപ്പോഴും നിന്നെ ഓർമ്മിക്കാൻ എനിക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് നിന്നെ എപ്പോഴും ഓർക്കാനുള്ള ഒരു കഴിവ് എനിക്ക് തരണം. പടച്ചോനെ ഓർക്കുക. ഒരു കാര്യം, ഒരു പ്രശ്നം വരുമ്പോ അള്ളാഹ്ക്കത് ഇഷ്ടമല്ല, അതാണ് അള്ളാഹിനെ ഓർക്കുക എന്ന് പറയുന്നത്. പടച്ചോനെ നിന്നെ ഓർത്തുകൊണ്ട് തെറ്റുകളിൽ നിന്ന് പിന്മാറാനുള്ള ഒരു കരുത്ത്, അല്ലാഹുമ്മ അഇന്നി, നീ എന്നെ സഹായിക്കണേ നാഥാ, അലാ സിക്രിക, നിന്നെ ഓർമ്മിക്കുന്ന വിഷയത്തിൽ. അപ്പൊ നിന്നെങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കാം, നിന്നെപ്പറ്റിയുള്ള ഓർമ്മ എന്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടരുതേ, അതിന് നീ സഹായിക്കണം. ഇക്കാര്യത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം പറയുന്നില്ലേ? ആ ആശയത്തിലേക്ക് ഉപോത്ബലകമായ ഒരു ഹദീസ് തന്നെയാണിത്. അല്ലാഹുമ്മ അഇന്നി അലാ സിക്രിക വശുക്രിക, നിനക്ക് നന്ദി കാണിക്കുന്ന വിഷയത്തിലും. പടച്ചോന്റെ എത്രയോ നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ കഴിച്ചുകൂട്ടുകയാണ്, എണ്ണിയാൽ ഒടുങ്ങാത്ത നിഅമത്തുകൾ. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തുകളെ എണ്ണാൻ തയ്യാറാവുകയാണെങ്കിൽ ലാ തുഹ്സുഹാ, അതിനെ ക്ലിപ്തപ്പെടുത്താനോ കണക്കാക്കാനോ നിങ്ങളെ കൊണ്ട് പറ്റൂല. അത്രമാത്രം കണക്കല്ലാത്ത, ഒരു പരിധിയുമില്ലാത്ത നിഅമത്തുകൾ നമ്മൾ ഇന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മൾക്ക് അതിന് ശുക്ർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിന് നമ്മളോട് ഇങ്ങോട്ടൊരു താങ്ക്സ് എങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു മാനസികമായി ഉണ്ടാകുന്ന ഒരു വിഷമം എത്രയാണ്? പടച്ചതമ്പുരാന്റെ എത്രയോ വലിയ നിഅമത്തുകൾ ആസ്വദിച്ചിട്ടും അനുഭവിച്ചിട്ടും റബ്ബുൽ ആലമീനോട് ശുക്ർ കാണിക്കുന്ന വിഷയത്തിൽ മനുഷ്യൻ വീഴ്ച വരുത്തുന്നു എങ്കിൽ ആ വീഴ്ച വരുത്തുന്ന കാര്യത്തിൽ പടച്ചോനെ എന്റെ മനസ്സ് നിനക്ക് എപ്പോഴും ശുക്ർ ചെയ്യുന്ന നല്ലവരിൽ ആയിത്തീരാൻ വേണ്ടി നീ എന്നെ അനുഗ്രഹിക്കണമേ. ഇതാണ് അല്ലാഹുമ്മ അഇന്നി അലാ സിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. വഹുസ്നി ഇബാദതിക എന്ന് പറഞ്ഞാൽ
ഇബാദത്ത് നല്ല നിലക്ക് നിർവഹിക്കാനുമുള്ള തൗഫീക്ക് തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബാദത്ത് ഇങ്ങനെ കുറെ ചെയ്തു കൂട്ടുന്നു. ഇതൊക്കെ പടച്ചോന്റെ അടുക്കൽ സ്വീകരിച്ചോ? ഇല്ലേ? നല്ല നിലക്കാണോ അതൊക്കെ ഇബാദത്ത് ചെയ്യുന്നത്? ഞാനിങ്ങനെ കണക്ക് കൂട്ടുന്നു, കുറെ നോമ്പ് നോറ്റ്, കുറെ നിസ്കരിച്ച്, കുറെ ദിക്റ് ചൊല്ലി, കുറെ രാത്ത് ചൊല്ലി, കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു. പക്ഷേ അത് ശരിയായ രൂപത്തിൽ, അത് എത്തേണ്ടിടത്ത് എത്താവുന്ന രൂപത്തിൽ കൃത്യമായി അത് നല്ല രൂപത്തിൽ നിർവഹിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല പലപ്പോഴും. പടച്ചോനെ അതിന് നീ എനിക്ക് തൗഫീക്ക് ചെയ്യണം. അതാണ് വഹുസ്നി ഇബാദത്തിക്കാൻ, നിനക്ക് ഇബാദത്ത് നല്ല നിലക്ക് നിർവഹിക്കാനും നീ എനിക്ക് തൗഫീക്ക് ചെയ്യണേ. അതാണ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക. ഈ ആശയമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്കതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്.